സാറേ, പാകിസ്ഥാനിലെ തെഹ്രിക്കെ ഈ ലബൈക്ക് എന്ന് പറയുന്ന സംഘടന അവർ ലാഹോറിൽ നിന്നൊരു മാർച്ച് നടത്തുന്നു. ഗസ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ച് എന്നാണ് പറയുന്നത്. അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്നിട്ടും ഇങ്ങനെ ഒരു മാർച്ച് നടത്തണം പാകിസ്ഥാനിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ? സാധാരണഗതിയിൽ ഈ തെഹ്രീക്ക് ലബൈക്ക് പാകിസ്ഥാൻ TLP എന്നാണ് അതിൻ്റെ ചുരുക്ക രൂപം. തെഹ്രീക്ക് ലബൈക്ക് ഇവർ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. സാധാരണഗതിയിൽ പാകിസ്ഥാൻ പട്ടാളം പൈസയൊക്കെ കൊടുത്തിട്ട് ഇവരെ ഇറക്കി വിടുന്നതാണ് അവിടുത്തെ ഒരു ശീലം. അവിടുത്തെ ഭരണകൂടം ഉണ്ടല്ലോ, ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും ഒരു നീരസം പട്ടാളത്തിന് തോന്നുമ്പോഴാണ് തെഹ്രീക്ക് ലബൈക്ക് തെരുവിലിറങ്ങുന്നതായിട്ട് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മുനീർ പട്ടാള മേധാവി വല്ല അകൽച്ചയും ഈ ഭരണകൂടവുമായിട്ട് ഷെറീഫുമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് ഇപ്പം അത്യാവശ്യം നല്ല ബന്ധത്തിലെത്തിയിരിക്കുകയാണ്. അതെ. ട്രംപിനാണെങ്കിൽ ബലൂചിസ്ഥാനിലെ ഈ അപൂർവ ധാതുക്കളിലൊക്കെ കണ്ണുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ലോങ് മാർച്ച് ലാഹോറിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ ദിവസം പോലീസുമായിട്ട് ഏറ്റുമുട്ടി 11 പേര് കൊല്ലപ്പെട്ടു. ഇത് ലോങ് മാർച്ച് എന്ന് പറയുന്നു. ലാഹോറിൽ നിന്ന് തുടങ്ങിയ ലോങ് മാർച്ച് ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിക്കെതിരെയാണ്. അമേരിക്കൻ എംബസിക്കെതിരായ ലോങ് മാർച്ചാണ്. അപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിന് നീങ്ങുമ്പോൾ ഗാസ പ്രശ്നവും പറഞ്ഞിട്ടൊരു ലോങ് മാർച്ച്. ഗാസയിൽ വെടിനിർത്തലായല്ലോ, വെടിനിർത്തലായി. പക്ഷേ ഹമാസ് ഇടന്തടിച്ച് നിൽക്കുകയാണ്. എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്, ആ സമാധാനം ശാശ്വതമാണോ എന്നുള്ള കാര്യത്തിൽ. കാരണം നാളെ കെയ്റോയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഹമാസ് പങ്കെടുക്കുന്നില്ല. ഹമാസിൻ്റെ ഒരു PB വക്താവ് തന്നെ ഞങ്ങൾ നിരായുധീകരണത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവും പങ്കെടുക്കുന്നില്ല എന്നാണ് സൂചന. ബാക്കി 20 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, മെലോണിയൊക്കെ ഉണ്ട് അവിടെ. സ്പെയിൻ്റെ പ്രധാനമന്ത്രി മാക്രോൺ. പക്ഷെ ഹമാസും ഈ പറയുന്ന നെതന്യാഹു ഇല്ലെങ്കിൽ തന്നെ ആ ചർച്ചയുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാകും. അത് ആശങ്കയുണ്ട്. അപ്പം അതുകൊണ്ട് വെടിനിർത്തൽ ആയിട്ടുണ്ടോ എന്നുള്ള, വെടിനിർത്തൽ പാളുന്നു എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ തെഹ്രീക്ക് ലബൈക്ക് പാകിസ്ഥാൻ, ഈ TLP തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. ഇത് പാകിസ്ഥാന് പലപ്പോഴും പാകിസ്ഥാൻ ഭരണകൂടത്തിനെ ബന്ദിയാക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. മുമ്പും പലപ്പോഴും ഭരണകൂടത്തിനെ ഇവർ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പട്ടാളത്തിന് വേണ്ടിയിട്ടാണ് ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചിട്ടുള്ളത്. പട്ടാളത്തിൻ്റെ ഒരു നിഴൽ സംഘടനയാണിത്, പ്രോക്സി. അപ്പോൾ ഇസ്ലാമാബാദ് ഇപ്പോൾ ഒരു കോട്ട പോലെ അവിടെ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഇവർ ലോങ് മാർച്ച് അവിടെ എത്താൻ പോവുകയാണല്ലോ. അതുകൊണ്ട് ഇസ്ലാമാബാദ് ഒരു കോട്ട പോലെ ആയിട്ടുണ്ട്. സിവിലിയൻ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ഒരു തെരുവ് കൂട്ടം ആണിത്. ഈ സാധാരണ ഭരണകൂടത്തിനെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന സംഘടനയാണിത്. പാകിസ്ഥാന് ശരീഅത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ, തെഹ്രീക്ക് ലബൈക്ക് എന്ന് പറഞ്ഞ സംഘടനയുടെ ലക്ഷ്യം. വെള്ളിയാഴ്ച ഇവർ മാർച്ച് തുടങ്ങി, ലോങ് മാർച്ച്. അമേരിക്കൻ എംബസി ഇസ്ലാമാബാദിലാണ്. ഇവർ മാർച്ച് തുടങ്ങിയിരിക്കുന്നത് ലഹോറിൽ നിന്നാണ്. അപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടാടുകയും പലസ്തീനികൾ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവർ ഗാസയിലെ പീഡനം എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കെതിരെ അമേരിക്കൻ എംബസിയിലേക്ക് ലോങ് മാർച്ച് നടത്തി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ റോഡുകളിലൊക്കെ കണ്ടെയ്നറുകളൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ ബാരിക്കേഡുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇൻ്റർനെറ്റൊക്കെ അവിടെ അത്യാവശ്യം നിർത്തിയിട്ടൊക്കെ ഉണ്ട് സർക്കാർ. പിന്നെ ലഹോറിലെ പോലീസുമായിട്ട് ഇവർ ഏറ്റുമുട്ടുകയും ചെയ്തു. നഗരങ്ങളൊക്കെ സ്തംഭിപ്പിച്ച ചരിത്രം ഇവർക്കുണ്ട്. സർക്കാരുകളെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്. മതവികാരമാണ് ഇവരെ ആയുധമായിട്ട് എപ്പോഴും എടുക്കുന്നത്. ഒരിക്കൽ ഇവരെ, ഈ സംഘടനയെ പാകിസ്ഥാനിൽ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ ലഷ്കർ എ തൈബ പോലെ തന്നെ ലഷ്കർ എ തൈബയെ പട്ടാളം ഉണ്ടാക്കി. അതുപോലെ ഈ തെഹ്രീക്ക് ലബ്ബൈക്കിനെയും പട്ടാളമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയം സ്വാധീനിക്കുക എന്നുള്ളതാണ് പട്ടാളത്തിൻ്റെ ലക്ഷ്യം. തീവ്ര വലതുപക്ഷ ബറേൽവി സുന്നി ഗ്രൂപ്പാണ് ഇത്. അപ്പോൾ ബറേൽവി എന്ന് പറയുമ്പോൾ ഈ ദിയോബന്ദുമായിട്ട് ബന്ധപ്പെട്ടതല്ല. 2017 ഇവർ 21 ദിവസം ഇസ്ലാമാബാദ് സ്തംഭിപ്പിച്ചിരുന്നു. ഇസ്ലാമാബാദ് വളഞ്ഞു. 2017 ഇതുപോലെ തന്നെ ഒരു പ്രകടനം നടത്തി. അപ്പോൾ 2017 ശേഷമുള്ള 8 കൊല്ലത്തിന് ശേഷമുള്ള അവരുടെ ഒരു ഭീകരമായ ഇസ്ലാമാബാദ് വളയൽ സമരമാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. അന്ന് ഫൈസാബാദ് ഉപരോധം എന്നാണ് അത് അറിയപ്പെടുന്നത്. പാർലമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, ഓത്ത് എന്നുള്ളത് നിയമത്തിൽ ഡിക്ലറേഷൻ എന്ന് മാറ്റി സത്യപ്രതിജ്ഞ എന്നുള്ളത് പ്രഖ്യാപനം എന്നാക്കി മാറ്റിയതിനെതിരെയായിരുന്നു ഇവരുടെ പ്രക്ഷോഭം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിജ്ഞ എന്ന് തന്നെയാണ് പറയേണ്ടത്, പ്രഖ്യാപനമെന്ന് പോരാ എന്ന് പറഞ്ഞിട്ടാണ്. ഇവരുടെ സമരം വിജയിച്ചു. അവിടുത്തെ നീതിന്യായ നിയമമന്ത്രിക്ക് രാജിവെക്കേണ്ടിയും വന്നു. പട്ടാളം രാജിവെപ്പിച്ചതാണ്, നിയമമന്ത്രിയെ ഇഷ്ടമില്ലാതെ വന്നിട്ട്. അപ്പോൾ ഈ പ്രവാചകത്വം എന്ന് പറയുന്നാൽ ഇത് അന്ത്യപ്രവാചകനാണ്, അതിൻ്റെ അപ്പുറം ഇല്ല ഉള്ള വാദം മുൻനിർത്തിയാണ് ഇവർ സത്യപ്രതിജ്ഞ എന്നുള്ളത് മാറ്റിയത്, എതിർത്ത് അന്ന് പ്രക്ഷോഭം നടത്തിയത്. അത് നവംബർ 18 മുതൽ ഡിസംബർ 2 വരെ, നവംബർ 18 മുതൽ ഡിസംബർ 2 വരെയാണ് അന്ന് പ്രക്ഷോഭം നടന്നത് 2017. അത് 2017 ഇലക്ഷൻ ബില്ലിലായിരുന്നു ഈ ഓത്ത് എന്നുള്ളത് മാറ്റി ഡിക്ലറേഷൻ എന്നാക്കിയിരുന്നത്. നിയമമന്ത്രി സാഹിദി അഹമ്മദിന് രാജിവെക്കേണ്ടി വന്നു. 2020 ഡിസംബറിൽ ഫ്രാൻസിൽ പ്രവാചക കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചല്ലോ, അതിനെതിരെയും ഇവർ വലിയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനിൽ നടത്തി. പാകിസ്ഥാനിലെ ഫ്രഞ്ച് സ്ഥാനപതിയെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവരുടെ പ്രക്ഷോഭം, ഈ ലബ്ബൈക്കിൻ്റെ പ്രക്ഷോഭം. 2021 ഏപ്രിലാണ് ഇതിനെ നിരോധിച്ചത്. പിന്നെ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. കുറച്ച് നാളുകൾ മാത്രമാണ് നിരോധനം നിലവിൽ നിന്നത്. അപ്പോൾ ഇതിൻ്റെ മേധാവി സാദ് റിസ്വി എന്ന് പറഞ്ഞ ആളാണ്. സാദ് റിസ്വിയെ നിരോധിച്ച ശേഷം ജയിലിലാക്കുകയും ചെയ്തു. അയാളെയും വിട്ടയക്കേണ്ടി വന്നു. പിന്നെ ഈ പട്ടാളത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വിട്ടയക്കേണ്ടി വന്നു. ഈ ലബ്ബൈക്ക്, ഈ തെഹ്രീക്ക് ലബ്ബൈക്കിൻ്റെ സ്ഥാപകൻ ഹുസൈൻ റിസ്വി എന്ന് പറഞ്ഞ ആളാണ്. ഹുസൈൻ റിസ്വിയുടെ മകനാണ് ഇപ്പോൾ പ്രക്ഷോഭം നയിക്കുന്ന സാദ് റിസ്വി. ജയിലിലായതും സാദ് റിസ്വിയാണ്. 2020 ഈ ഹുസൈൻ റിസ്വി മരിച്ചുപോയ ശേഷമാണ് ഈ മകൻ സാദ് റിസ്വി ലബ്ബൈക്ക് ഏറ്റെടുക്കുന്നത്. പിന്നെ നിരോധനം നീക്കി അയാളെ ജയിലിൽ നിന്ന് വിട്ടയച്ചു. 2020 ഒക്ടോബറിലും ഒരു ലോങ് മാർച്ച് ഇവർ നടത്തി. ഇപ്പം നടത്തിയതുപോലെ ലാഹോറിൽ നിന്ന്, ഇവരുടെ കേന്ദ്രം ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക്. അത് കഴിഞ്ഞാണ് റിസ്വിയെ മോചിപ്പിച്ചത്. 20 പേര് കൊല്ലപ്പെട്ടു അന്ന്. ഇത്തവണ 11 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2021 നവംബറിൽ ഇമ്രാൻഖാൻ ഇവരുമായിട്ട് രഹസ്യധാരണയിലെത്തി, പട്ടാളം സമ്മർദ്ദം കാരണം. അങ്ങനെയാണ് റിസ്വിയെ വിട്ടയച്ചത്. 2017 ഇവര് പ്രക്ഷോഭം നടത്തിയത് പട്ടാളവും നവാസ് ഷെറീഫും, പ്രധാനമന്ത്രി നവാസ് ഷെറീഫും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോഴാണ് പട്ടാളം ഈ ലബ്ബൈക്കിനെ അന്ന് ഉപയോഗിച്ചത്. 2018 ലീഗിനെ വെട്ടി ഇമ്രാനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ഇവരെ പട്ടാളം ഉപയോഗിച്ചു. ഇവര് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഇമ്രാൻഖാനെ അനുകൂലമാക്കി കൊടുത്തു. മുസ്ലിം ലീഗിനെതിരെ നിലപാടെടുത്തു. നവാസ് ഷെറീഫിനെ എതിരെയൊക്കെ വെട്ടി. പിന്നെ ഈ മുനീറിനെ ഇമ്രാൻ എതിർക്കുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മുനീർ വീണ്ടും ലബ്ബൈക്കിനെ ഇമ്രാനെതിരെ
ഉപയോഗിച്ചു ഇതുപോലെ പ്രക്ഷോഭത്തിന്. 2021 ഇമ്രാൻഖാനും പട്ടാള മേധാവി ബജ്വയും തമ്മിൽ, കമ്രാൻ ബജ്വ ഉണ്ടല്ലോ, അതെ, ബജ്വയും തമ്മിൽ അകൽച്ച വന്നപ്പോഴും ഇവർ ബജ്വയ്ക്ക് വേണ്ടി പ്രക്ഷോഭത്തിന് ഇറങ്ങി. ISI മേധാവിയായി നദീം അഹമ്മദിനെ നിയമിച്ചതിനെതിരെയായിരുന്നു ഇവരുടെ അന്നത്തെ പ്രക്ഷോഭം. ഇത് പ്രധാനമായിട്ടും പഞ്ചാബിലും സിന്ധിലും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംഘടനയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇവരുടെ ലോങ് മാർച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. അപ്പോൾ ഇപ്പോൾ മുനീറും ഷെറീഫും തമ്മിൽ എന്തോ ഒരു സംഘർഷവും അകൽച്ചയും ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം ഈ ലബ്ബൈക്കിൻ്റെ ലോങ് മാർച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പട്ടാള അട്ടിമറി ഉണ്ടാവുമോ, ഷെറീഫിന് പോകേണ്ടി വരുമോ, ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കാരണം ഇവരുടെ ലോങ് മാർച്ച് ഇസ്ലാമാബാദിൽ എത്തുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.